കോഴിക്കോട് വടകരയിൽ കാരവാനിൽ 2 മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഫോറൻസിക് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി കഴിഞ്ഞു. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കണ്ണൂർ ചെറുപുഴയിലെ ജോയലും മലപ്പുറം വണ്ടൂരിലെ മനോജുമാണ് മരിച്ചത്. സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധർ പരിശോധന നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കാരവൻ ബസ്സിൽ 2 പേർ മരണപ്പെട്ടായി കാണപ്പെടുകയും അത് ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടിൻ്റെ ഭാഗമായിട്ട് പോലീസിൽ സയൻറ്റിഫിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട്, ഡോഗ് സ്ക്വാഡ് എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ RTOൻ്റെ ടീമുണ്ട്, ബെൻസിൻ്റെ ടെക്നിക്കൽ ടീം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ മരണകാരണം അറിയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്കും. വിവരങ്ങളുമായി ഈ സംഭവ സ്ഥലത്തു നിന്നും സമീർ സി മുഹമ്മദ് ചേരുകയാണ്. വടകരയിലാണ് ഈ സംഭവം എന്ന് പ്രേക്ഷകർക്കറിയാം. സമീർ സി മുഹമ്മദ്, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയും? SKN 9 മണിയോട് കൂടിയാണ് മനോജ് കുമാറിന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയതും തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. അല്പസമയം മുമ്പ് മനോജ് കുമാറിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിക്കൊണ്ട് ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അകത്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അകത്ത് ജോയലിന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ആദ്യം ഈ ഡോറിനോട് ചേർന്ന ഭാഗത്തായിരുന്നു മനോജ് കുമാർ ഉണ്ടായിരുന്നത്. മനോജ് കുമാർ ഈ കാരവാൻ്റെ ഡ്രൈവർ കൂടിയാണ്. ഈ ഡോറിനോട് ചേർന്ന ആ സ്റ്റെപ്പിൽ കിടക്കുന്ന വിധത്തിലായിരുന്നു മനോജിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അത് ആദ്യം പുറത്തേക്കെടുക്കാനും അതിന്റെ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികളാണ്. ഒപ്പം രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ മരണകാരണം എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാഥമികമായി പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം AC ഓൺ ആയിരുന്നു. 2 ദിവസത്തോളമായി ഇങ്ങനെ ഓണായിരുന്ന ആ AC-യിൽ നിന്ന് അതിന്റെ ഗ്യാസ് ലീക്കാവുകയും തുടർന്ന് വിഷവാതകം ശ്വസിച്ചാവാം ഈ മരണം സംഭവിച്ചത് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ എന്താണ് മരണകാരണം എന്ന് സംബന്ധിച്ച്. എന്തായാലും ഇപ്പോൾ ഒരു മൃതദേഹം ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് SKN.